ഉഭയകക്ഷി ബന്ധം ശക്തമാക്കാൻ ഭാരതവും മാലദ്വീപും. ഡൽഹിയിലെ ഹൈദരാബാദ് ഹൌസിൽ മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തുന്നു. ഭാരതം മാലദ്വീപിന്റെ സുപ്രധാന പങ്കാളിയെന്ന് മുഹമ്മദ് മുയിസു പറഞ്ഞു. ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, ഭാരതം മാലദ്വീപിന്റെ സുപ്രധാന പങ്കാളിയെന്ന് മുഹമ്മദ് മുയിസു പറഞ്ഞിരിക്കുകയാണ്. ഡൽഹിയിലെ ഹൈദരാബാദ് ഹൌസിൽ മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസുവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൂടിക്കാഴ്ച പുരോഗമിക്കുകയാണ്. വിവരങ്ങൾ. തീർച്ചയായും രോഹിണി, ഇപ്പോൾ നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ച പുരോഗമിക്കുന്നു എന്ന വിവരമാണ് ഏറ്റവും പുതിയതായി നമുക്ക് ലഭ്യമാകുന്നത്. ഇന്നലെയാണ് അദ്ദേഹം മുഹമ്മദ് മുയിസു ഭാരതത്തിലെത്തിയത്. 4 ദിവസത്തെ സന്ദർശന 10-ാം തീയതി വരെ തുടരുന്ന സന്ദർശനത്തിൽ എല്ലാ നേതാക്കളെയും കാണാനുള്ള ഒരു നീക്കമാണ് അദ്ദേഹം നടത്തുന്നത്. അതിന്റെ ഭാഗമായി ഇന്നലെ എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. എസ് ജയശങ്കറുമായുള്ള കൂടിക്കാഴ്ചയിൽ ശക്തമായ ഒരു മൊമെന്റം അല്ലെങ്കിൽ ഒരു ശക്തമായ ഒരു മുന്നേറ്റം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ഉണ്ടായി കഴിഞ്ഞുവെന്ന് വളരെ കൃത്യമായി തന്നെ എസ് ജയശങ്കർ ട്വീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എക്സിൽ കുറിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനെ തുടർന്നാണ് ഇന്നിപ്പോൾ പ്രധാനമന്ത്രിയെ കാണുന്നത്. നേരത്തെ രാഷ്ട്രപതി ഭവനിൽ ഔപചാരികമായ സ്വീകരണം അദ്ദേഹത്തിന് നൽകുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഹൈദരാബാദ് ഹൌസിൽ പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച പുരോഗമിക്കുകയാണ്. നമുക്കറിയാവുന്നതാണ്, പല ഘട്ടങ്ങളിലും മാലദ്വീപിനെ വലിയ പിന്തുണ നൽകിയ ഒരു രാജ്യമാണ് ഭാരതം. അത് സേവനത്തിന്റെ കാര്യത്തിലായാലും അതുപോലെ തന്നെ മറ്റു അനുബന്ധ സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിന്റെ കാര്യത്തിലും കൃത്യമായ പിന്തുണ നൽകിയിരുന്നു. മാത്രമല്ല, മാലദ്വീപ് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ മഹാസമുദ്രത്തിലെ കൃത്യമായ ഒരു നാവികസേനയ്ക്കൊക്കെ നിർണായകമായ ഒരു പോയിന്റ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ മികച്ച സൗഹൃദം ഇരു രാഷ്ട്രങ്ങളും തമ്മിൽ തുടരേണ്ടത് ഈ മേഖലയുടെ സുരക്ഷയ്ക്ക് പോലും അനിവാര്യമായ ഒരു സാഹചര്യവും തന്നെയാണ്. നമുക്കറിയാം, മറ്റൊരു പല സംഭവ വികാസങ്ങളും ഉണ്ടാകുന്നത് മാലദ്വീപിലെ കുടിവെള്ള ലഭ്യത തകർന്ന സമയത്ത് വെള്ളം ലഭ്യമാക്കിയതും അതുപോലെ തന്നെ ഈ അടുത്ത ദിവസങ്ങളിലാണ് പ്രധാനമന്ത്രിയെ അവഹേളിക്കുന്ന രീതിയിലുള്ള ചില നിലപാടുകൾ മന്ത്രിമാരുടെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ ആ മന്ത്രിമാരെ എല്ലാവരെയും തന്നെ മുഹമ്മദ് മുയിസു മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കുന്നത് ഉൾപ്പെടെയുള്ള നീക്കങ്ങളും നടന്നിരുന്നു. തീർച്ചയായും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തമാകുന്നതിന് വേണ്ടി ഊന്നൽ നൽകുന്ന ചർച്ചകളാണ് നടക്കുക എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, ഐസൺ ജോസ് ആണ് വിവരങ്ങൾ നൽകിയത്.